10ാം ക്ലാസ്സിലെ ഐടിയിലെ മാപ്പ് റീഡിംഗ് അഥവാ ഭൂപട വായന എന്ന ചാപ്റ്ററിൽ നിന്ന് ക്യൂജിസ് ക്വാണ്ടം GIS എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു ന്യൂ ലെയർ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അത് ചിലപ്പോൾ ഒരു സ്കൂൾ ആകാം, ചിലപ്പോൾ ഒരു ഹോം ആയിരിക്കാം. അത്തരത്തിലുള്ള ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും ആ ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്ത ശേഷം ആ ന്യൂ ലെയറിനെ എങ്ങനെ നമുക്ക് നമ്മുടെ മാപ്പിലേക്ക് മാർക്ക് ചെയ്യാം തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, വിട്ടുപോകാതെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു മോഡൽ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നമുക്കൊരു പുതിയ ലെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും ആ രീതിയിലുള്ള ഒരു ചോദ്യം വന്നാൽ എങ്ങനെ 7 മാർക്ക് ഉറപ്പിക്കാം എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നത്. A resource map named localmap.qgis is given in the QGIS projects folder in exam documents in home. Open this file in QGIS desktop software and do the following activities. ഒരു വിഭവ ഭൂപടം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള QGIS പ്രൊജക്ട്സ് എന്ന ഫോൾഡറിൽ localmap.qgs എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. എന്താ പറയുന്നത്? ക്രിയേറ്റ് എ ലെയർ നെയിംഡ് സ്കൂൾ എന്ന പേരിൽ ഒരു ലെയർ പുതിയതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ കൊടുക്കേണ്ട ലെയർ ടൈപ്പ് എന്താണെന്നുള്ളതും ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ലെയർ ടൈപ്പും ആട്രിബ്യൂട്ട്സ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ എന്താ വേണ്ടേ? ഈ ലെയർ സെലക്ട് ചെയ്ത് മാപ്പിൽ ഒരു സ്കൂൾ രേഖപ്പെടുത്തണം. ആ ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ മാപ്പിൽ ഒരു സ്ഥലത്ത് സ്കൂൾ രേഖപ്പെടുത്താം. സെലക്ട് ദിസ് ലെയർ ആൻഡ് മാർക്ക് ആൻഡ് സ്കൂൾ ഓൺ ദ മാപ്പ്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. ഇത്രയും ചെയ്ത ശേഷം ഇതൊരു ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ localmap.qgs എന്ന ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. ഒന്നിക്കൽ എക്സാം ഡോക്യുമെന്റിൽ പോയിട്ട് അത് ഓപ്പൺ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ സോഫ്റ്റ്വെയർ ആദ്യം ഓപ്പൺ ചെയ്തിട്ട് അതുവഴി നമുക്ക് നമ്മുടെ localmap.qgs എന്നത് ഓപ്പൺ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു, ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ QGIS ഡെസ്ക്ടോപ്പ് എന്ന് കാണാം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, QGIS ഡെസ്ക്ടോപ്പ്. ഈ ക്രമത്തിൽ QGIS ഡെസ്ക്ടോപ്പ് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ QGIS ടിപ്സ് എന്നൊരു വിൻഡോ ഉണ്ട്. ഈ ഒരു വിൻഡോ നമുക്ക് ആവശ്യമില്ല, ഇത് ക്ലോസ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള localmap.qgs എന്ന ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്തെടുക്കണം. ആ ഫയൽ എവിടെയുള്ള? QGIS പ്രൊജക്ട്സ് ഫോൾഡർ, എക്സാം ഡോക്യുമെന്റ്സിലെ QGIS പ്രൊജക്ട്സ് ഫോൾഡർ. അപ്പം എന്ത് ചെയ്യാം? നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി പ്രോജക്റ്റിൽ ഓപ്പൺ കൊടുക്കുക. പ്രോജക്റ്റിൽ ഓപ്പൺ എവിടെയുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് QGIS പ്രൊജക്ട്സ് എന്ന ഫോൾഡർ കാണാലോ. QGIS പ്രൊജക്ട്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്താൽ അവിടെ localmap.qgs അതെന്ത് ചെയ്യുക? ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ആ ഒരു localmap.qgs എന്ന ഒരു ഫയൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇതൊരു റിസോഴ്സ് മാപ്പാണ്, ഒരു വിഭവ ഭൂപടമാണ്. ഇനി എന്താ ചോദ്യത്തിൽ പറയുന്നത്? ആദ്യം തന്നെ പറയുന്നുണ്ട്, ക്രിയേറ്റ് എ ലെയർ നെയിം സ്കൂൾ എന്ന പേരിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ലെയർ എന്ന ഭാഗത്തേക്ക് പോവുക. ക്രിയേറ്റ് ലെയറിൽ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ ക്രിയേറ്റ് ലെയർ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ. ശ്രദ്ധിക്കണേ, ക്രിയേറ്റ് ലെയർ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം ഇത്തരത്തിലൊരു വിൻഡോ വരും. ഈ വിൻഡോയിൽ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ലെയർ ടൈപ്പ് പോയിന്റ് ആയി കൊടുക്കണം. ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെയുള്ളത് സ്കൂളാണല്ലേ. സ്കൂളൊക്കെ ആണെങ്കിൽ നമ്മൾ പോയിന്റ് ആണ് കൊടുക്കേണ്ടത്. ഒരു റിവർ, റോഡ് അത്തരത്തിലുള്ളതൊക്കെ ആണെങ്കിൽ ലൈനാണ് കൊടുക്കേണ്ടത്. ഒരു ബോർഡർ, അതേപോലെ ഒരു സ്ട്രീം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ബോർഡറൊക്കെ ആണെങ്കിൽ നമുക്ക് പോളിഗൺ കൊടുക്കാം. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞേ? സ്കൂളല്ലേ. സ്കൂൾ ആയതുകൊണ്ട് പോയിന്റ് കൊടുക്കുന്നു. ചോദ്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പോയിന്റ് കൊടുക്കാൻ പറയുന്നുണ്ട്. ഇനി കൊടുക്കേണ്ട ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാ? നെയിമും കോഡും. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ, ന്യൂ ഫീൽഡ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ ഫീൽഡ് എന്ത് ചെയ്യുക? നമ്മളോട് ഇവിടെ പറഞ്ഞതാണ് നെയിമാണ് കൊടുക്കേണ്ടത് അല്ലേ. നെയിം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. NAME നെയിം എന്ന് ടൈപ്പ് ചെയ്യുക. നെയിം അപ്പോൾ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സ്കൂളിൻ്റെ നെയിം എന്ന് പറയുമ്പം അതൊരു ഏത് ടൈപ്പ് ഡാറ്റ ആയിരിക്കും അതിൽ കൊടുക്കേണ്ടത്? ഒരു ടെക്സ്റ്റ് ആയിരിക്കില്ലേ. സ്കൂളിൻ്റെ പേരൊക്കെ ഒരു ടെക്സ്റ്റ് ഡാറ്റ ആയിരിക്കും. അതുകൊണ്ട് ആ ഫീൽഡിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് കൊടുത്താൽ മതി. ഇനി ഹോൾ നമ്പർ ആണോ, ഡെസിമൽ നമ്പർ ആണോ, ഡേറ്റ് ആണോ എന്നുള്ളത് എന്താണോ നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റ അതിനനുസരിച്ചിട്ടാണ്. സ്കൂളിൻ്റെ നെയിം എപ്പോഴും ടെക്സ്റ്റ് ഡാറ്റ ആയിരിക്കും. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഡാറ്റ കൊടുക്കുക. ലെങ്ത് മാറ്റേണ്ട, ലെങ്ത് 80 തന്നെ നിന്നോട്ടെ. മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റിയാൽ മതി. ഇപ്പം നമുക്കിത് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഇത്രയും കൊടുത്തല്ലോ. ഇനി എന്ത് ചെയ്യുക? ആഡ് ടു ഫീൽഡ്സ് ലിസ്റ്റ് എന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്.
ഓക്കെ അല്ലേ? അതിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ഡാറ്റയാണ് കൊടുക്കുന്നതെങ്കിൽ ടൈപ്പ് സ്ട്രിങ് ആയിട്ടാണ് ഇവിടെ വരിക. ID ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും, അതങ്ങനെ തന്നെ വയ്ക്കുക. നെയിം നമ്മൾ ആഡ് ചെയ്തു. ഇനി എന്താ നമ്മളോട് പറഞ്ഞേ? കോഡാണ് അല്ലേ? കോഡ് എന്ത് ചെയ്യുക? നെയിമിൻ്റെ ഇവിടെ കോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ടൈപ്പ് ഡാറ്റ ആയിരിക്കും? നിങ്ങൾക്കിത് ഇവിടെ പറയുന്നുണ്ട്. കോഡ് ഇവിടെ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ആ നമ്പർ ഒരു ഹോൾ നമ്പറാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഹോൾ നമ്പർ എന്നത് കൊടുക്കുക. പോയിന്റൊക്കെ വരുന്ന, ദശാംശങ്ങളൊക്കെ വരുന്ന ഒരു ഡിസിമൽ നമ്പർ ആണെങ്കിൽ ഡിസിമൽ നമ്പർ കൊടുക്കുക. ഇനി ഡേറ്റ് ആണെങ്കിൽ ഡേറ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ ഹോൾ നമ്പർ കൊടുക്കുന്നു. കോഡ്, ആ കോഡിൻ്റെ ഫീൽഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഹോൾ നമ്പർ. ലെങ്ത് 10 നിന്നോട്ടെ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ആഡ് ടു ഫീൽഡ്സ് ലിസ്റ്റ് കൊടുക്കുക. അതും കൂടി ഇങ്ങോട്ടേക്ക് ആഡായി. പറഞ്ഞിരിക്കുന്ന ആട്രിബ്യൂട്ട് മൊത്തം കൊടുത്തല്ലോ, ആ ഫീൽഡുകളൊക്കെ നമ്മൾ സെറ്റാക്കി. ഇനി എന്ത് ചെയ്യണം? ഓക്കെ, ആ ഒരു പോയിന്റിൽ ആ കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? താഴെ ഓക്കെ എന്ന ബട്ടൺ ഉണ്ട്. ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ നേരെ ചെയ്യേണ്ടത്, ആ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം സേവ് ലെയർ ആസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അല്ലേ? അത് മിനിമൈസ് ആയി പോയിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പിടിച്ച് ക്ലിക്ക് ചെയ്യാനൊക്കെ നോക്കും. അങ്ങനെയല്ല, നിങ്ങൾ ആ ഒരു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പം തന്നെ താഴെ നിങ്ങൾ നോക്കണം. താഴെ സേവ് ലെയർ ആസ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ഈ ലെയർ സേവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. എവിടെ ഈ ലെയർ സേവ് ചെയ്യണ്ടേ? ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? സ്കൂൾ എന്ന പേരിൽ ഈ ഒരു ലെയർ സേവ് ചെയ്യാം. ഞാനിപ്പോൾ സ്കൂൾ എന്ന പേര് കൊടുക്കുന്നു. സ്കൂൾ എന്ന പേര് കൃത്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ആ ഒരു ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? സേവ് ചെയ്തല്ലോ. സേവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ലെയർ പാനലിൽ ഇവിടെ പുതിയതായിട്ടൊരു ലെയർ വന്നിട്ടുണ്ട് അല്ലേ? സ്കൂൾ എന്ന പേരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ലെയർ വന്നിട്ടുണ്ട്. അപ്പോൾ ലെയർ നമ്മൾ കൃത്യമായി ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് വേണം? സെലക്ട് ദിസ് ലെയർ ആൻഡ് മാർക്ക് എ സ്കൂൾ ഓൺ ദ മാപ്പ്. ഈ ലെയർ സെലക്ട് ചെയ്ത് മാപ്പിൽ ഒരു സ്കൂൾ രേഖപ്പെടുത്തുക. ശ്രദ്ധിക്കണം, ലെയർ സെലക്ട് ചെയ്യുക. ലെയർ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സ്കൂളിനെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ഒരു ടൂളാണ്, ടോഗിൾ എഡിറ്റിംഗ്. ശ്രദ്ധിക്കണം, ആ ഒരു പെൻസിലിൻ്റെ ചിത്രമുള്ള, ആ ഒരു പെൻസിലിൻ്റെ ഐക്കണുള്ള ടോഗിൾ എഡിറ്റിംഗ് ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾക്കിവിടെ ആഡ് ഫീച്ചർ എന്നൊരു ടൂളും കൂടി കാണാം. അതും കൂടി ക്ലിക്ക് ചെയ്യുക. ടോഗിൾ എഡിറ്റിംഗ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആഡ് ഫീച്ചർ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായിട്ടുള്ള ലെയർ ക്ലിക്ക് ചെയ്തു, ടോഗിൾ എഡിറ്റിംഗ് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആഡ് ഫീച്ചർ ക്ലിക്ക് ചെയ്ത ശേഷം എവിടെയാണോ നമുക്ക് സ്കൂൾ വേണ്ടത്, ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്കൂൾ കൊടുക്കാനാണ് പറഞ്ഞത്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയുന്നുണ്ട്. ചോദ്യത്തിൽ പറയുന്നുണ്ട് ID1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ID1 ഞാനിവിടെ കൊടുത്തു. നെയിം എന്ത് വേണം? നെയിം പറയുന്നത് GLPS എന്ന് കൊടുക്കാനാണ്. ഓക്കെ, GLPS. എന്നിട്ട് എന്ത് ചെയ്യുക? താഴെ കോഡ് പറയുന്നുണ്ട്. കോഡ് ഇവിടെ പറഞ്ഞിരിക്കുക 9876 പറഞ്ഞിരിക്കുന്ന കോഡ് കൃത്യമായിട്ട് കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് താഴെ ഓക്കെ ബട്ടൺ ഉണ്ടല്ലോ, ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സ്കൂള് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ അത് മാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ടോഗിൾ എഡിറ്റിംഗ് എന്ന ആ ഒരു ടൂള് എനേബിൾ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു ടോഗിൾ എഡിറ്റിങ്ങിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് അത് സ്റ്റോപ്പ് എഡിറ്റിംഗ് എന്ന് ചോദിക്കുന്നുണ്ട്. സേവ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു ചേഞ്ചസ് ആ ഒരു സ്കൂൾ ലെയറിൽ സേവ് ആയിക്കോളും. ജസ്റ്റ് സേവ് കൊടുക്കുക. ഇത്രയേ ചെയ്യാനുള്ളൂ. ഇത്ര ചെയ്യുമ്പം നമ്മളതവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എവിടെ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു മാപ്പിൽ എവിടെയെങ്കിലും മാർക്ക് ചെയ്താൽ മതി. പക്ഷേ ഈ പുഴയുടെയൊക്കെ നടുവിൽ കൊണ്ടുപോയി മാർക്ക് ചെയ്യരുത് കേട്ടോ. കൃത്യസ്ഥലത്ത് തന്നെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ചോദ്യത്തിൽ ഇത്രയേ പറഞ്ഞുള്ളൂ, ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ട് ടേബിൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ കൊടുത്താൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. ഇനി എന്താ പറയുന്നത്? ഇതിനെ സേവ് ചെയ്യണം. ഈ ഭൂപടം സേവ് ആസ് ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ ഫയൽ നാമമായിട്ട് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ QGIS ഫയലായി സേവ് ചെയ്യുക അല്ലേ? എ റിസോഴ്സ് മാപ്പ് യൂസിങ് ഓപ്ഷൻ പ്രോജക്റ്റിൽ സേവ് ആസ്. പ്രോജക്റ്റിൽ സേവ് ആസ് കൊടുത്തിട്ട് QGIS ഫയലായിട്ട് തന്നെ സേവ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിനെന്ത് ചെയ്യണം? പ്രോജക്റ്റിൽ സേവ് ആസ് കൊടുക്കുക. പ്രോജക്റ്റിൽ സേവ് ആസ്, QGIS ഫയലായിട്ട് സേവ് ചെയ്യാൻ പറയുന്നു. പ്രോജക്റ്റിൽ സേവ് ആസ് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്? ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെ നെയിം കൊടുക്കുക, കറക്റ്റ് രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുക, ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ ആ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? താഴെ സേവ് ബട്ടൺ ഉണ്ട്. ഈ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു ഫയൽ നമ്മളവിടെ സേവ് ചെയ്ത് കഴിഞ്ഞു.